നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു പരീക്ഷ വന്നു അല്ലേ? കുറേ പേര് പ്രതീക്ഷിച്ചിരിക്കുന്നതും കുറേ പേര് ആഗ്രഹിക്കുന്നതുമായ ഒരു പരീക്ഷയായിരുന്നു ഫോറസ്റ്റ് എക്സാം. കാരണം കുറേ പേര് പറയാറുണ്ട്, സാറേ പോലീസിനെയൊക്കെ എനിക്ക് ഫോറസ്റ്റ് ആകണം. പക്ഷേ എല്ലാം അടുത്തടുത്ത് വന്നു. പെട്ടെന്ന് ഇങ്ങ് ഡേറ്റും വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചിലർക്ക് തുടക്കക്കാർക്കൊക്കെ പഠിക്കാൻ ഒട്ടും ടൈം കിട്ടത്തില്ല. സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എക്സാം ഇങ്ങനെ ഡിസംബർ മാസത്തിൽ പരീക്ഷാ ഡേറ്റും വന്നു. പക്ഷേ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് ഇതൊക്കെ നല്ല രീതിയിൽ നോക്കിയവർക്ക് ഒരു ജസ്റ്റ് റിവിഷൻ ആവത്തേ ഉള്ളൂ. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ നോക്കിയാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ചിലർ ഇച്ചിരി പോലീസ് മാർക്ക് കുറഞ്ഞവരോ ഫയർഫോഴ്സ് മാർക്ക് കുറഞ്ഞവരുടെ ഒക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനു വേണ്ടി ഒന്ന് ചിലപ്പോൾ നമ്മൾ പൊതുവേ ഞാൻ പറയാറില്ലേ, ചിലപ്പോൾ അന്ന് പഠിച്ചതിൻ്റെയൊക്കെ ഫലം ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്കായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും വിധിച്ചത്. അല്ല, അത് മാത്രമല്ല, മറ്റേതിലും മാർക്ക് ഉണ്ടെങ്കിലും ഇതിലും പഠിക്കണം, ഇതിലും നല്ല രീതിയിൽ സ്കോർ ചെയ്യണം. പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, കിട്ടിയവന് തന്നെയാണ് അടുത്തേം കിട്ടുന്നതെന്ന് കേട്ടിട്ടില്ലേ? പോലീസ് ലിസ്റ്റ് വരുന്നു, ഫയർഫോഴ്സ് ലിസ്റ്റ് വരുന്നു, ഇങ്ങനെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്. പ്രിസൺ ഓഫീസർ ലിസ്റ്റ് വരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതുണ്ട്. അതേപോലെ അടുത്തത് നിങ്ങൾ കട്ടക്കങ്ങ് ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ മുമ്പിലേക്ക് പരീക്ഷകൾ വരുന്നുണ്ടോ? കമ്പനി ബോർഡ് വരുന്നു, LGS വരുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് വരുന്നെന്ന് പറയുന്നു, VFA, വെബ്കോ, ഇപ്പൊ ഫോറസ്റ്റ് എക്സാം വിളിച്ചു, ഉടൻ തന്നെ പരീക്ഷ വരുന്നു. അപ്പൊ നല്ല ബുദ്ധിമുട്ടില്ലാത്ത ഒരു പരീക്ഷ ഫോറസ്റ്റ്, ഞാൻ ഉറപ്പായിട്ട് പറയാം. +2 ലെവൽ പരീക്ഷയാണ്. പഠിച്ചാൽ മെനക്കെട്ട് സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് റിവിഷനും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയ, ലിസ്റ്റിൽ മാത്രമല്ല ഏറ്റവും നല്ല റാങ്കിൽ ഉൾപ്പെടണം എന്ന രീതിക്ക് കട്ടയ്ക്ക് പഠിക്കാൻ പറ്റിയ ഒരു എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ഈ വർഷത്തിൽ നടന്ന എത്ര ചോദ്യ പേപ്പർ ഉണ്ട് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തേ. 2025 എത്ര ചോദ്യ പേപ്പർ ആണെന്ന് അല്ലേ? സെക്രട്ടേറിയറ്റ്, OA, ലാബ് അസിസ്റ്റന്റ്, എക്സൈസ്, ഫയർഫോഴ്സ്, പോലീസ്, ഇവരുടെ എല്ലാം ഡ്രൈവർ എക്സാമുകൾ അല്ലേ? ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, എത്ര എക്സാമുകൾ നടന്നോ ഇതിന്റെ എല്ലാ ചോദ്യ പേപ്പറും മാക്സിമം കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ 2021 മുതൽ 25 വരെ നടന്ന ചോദ്യ പേപ്പർ മാക്സിമം കളക്ട് ചെയ്തു. ഓക്കെ, നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു 60% ചോദ്യങ്ങളും അത് തന്നെ ആവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് വരാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കെ. നമ്മളിപ്പം പൊതുവേ കാണുന്നുണ്ട്, ഹിസ്റ്ററി എടുത്താൽ ചിലപ്പോൾ 1850s റിവോൾട്ടുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏതാ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പ്രസ്ഥാനങ്ങൾ അല്ലെ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പത്രങ്ങൾ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും ആവും. അതേപോലെ ജോഗ്രഫി എടുത്തു നോക്കെ, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, അല്ലെങ്കിൽ മണ്ണിനങ്ങൾ, കാറ്റുകൾ, ലോക ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ അല്ലെ, കാറ്റുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, അന്തരീക്ഷ പാളികൾ ചോദിക്കുന്നതാണ്, ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, ശിലകൾ, ഇതൊക്കെ പ്രത്യേകം സിലബസ് നിങ്ങൾ നോക്കിയിട്ട് ഇന്ന ഭാഗമെല്ലാം കവർ ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു നോക്കെ. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയായിരിക്കും ആവർത്തനം വരുന്നത്. അതേ ചോദ്യം വന്നില്ലെങ്കിൽ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് എങ്കിലും ചോദിക്കും. അതുകൊണ്ട് 60% നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 21 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുടെ കളക്ഷനും അതിന്റെ അനുബന്ധ ഫാക്ട്സുകൾ നല്ലവണ്ണം പഠിക്കാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ മാക്സിമം ചെയ്ത് ശീലിക്കണേ. പുതിയ ആൾക്കാരോട്, എനിക്ക് പഴയ ആൾക്കാർക്ക് നല്ലോണം അറിയാം. കാരണം ഒരു വ്യക്തി PSCക്ക് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കുന്നവനെ ഹാളിൽ ആത്മവിശ്വാസം വരും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം? ആ നെഗറ്റീവുകൾ കുറച്ചു വരുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം മോക്ക് ടെസ്റ്റുകളാണ്. അല്ലാതെ ഓടിച്ചെല്ലുമ്പോൾ ഇതായിരിക്കും അങ്ങ് എഴുതാം എന്ന് വരുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യുന്നത്? 50 ശരിയും 50 തെറ്റും, അല്ലെങ്കിൽ 60 ശരിയും 40 തെറ്റും. അവിടെ ചെല്ലുമ്പോൾ എന്താ, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിച്ചവരുടെ പ്രധാന ഇത് എന്താണ്? ഏറ്റവും അനുയോജ്യമായത് എഴുതും. ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 എണ്ണം 50-50 എടുക്കും. അപ്പൊ അവര് മാക്സിമം നെഗറ്റീവ് കുറച്ചു കൊണ്ടുവരും. നെഗറ്റീവ് കാരണം എന്താ? 60 മാർക്കും കിട്ടി, അല്ലെങ്കിൽ ഒരു 10 തെറ്റും കിട്ടി, 60 ശരിയും കിട്ടി, 10 തെറ്റും കിട്ടി, എത്ര മാർക്കേ പോകത്തുള്ളൂ? 10 തെറ്റ് നോക്കുമ്പോൾ 3.5 മാർക്കേ അതിൽ പോകുന്നുള്ളൂ അല്ലേ? അപ്പൊ അവർക്ക് എന്ത് കിട്ടും? മാക്സിമം 56.5 മാർക്കെങ്കിലും കിട്ടത്തില്ലേ? ഇത് അങ്ങനെയല്ല. 60 ശരി 40 തെറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും എത്ര മാർക്ക് നിങ്ങൾക്ക് അങ്ങ് 10-15 മാർക്ക് അതിലൂടെ അങ്ങ് പോവുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണ്? നിങ്ങൾ കണ്ടെത്തും എയും ബിയും ശരിയാണോ, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ 4 ഓപ്ഷനിൽ 2 എണ്ണേ അറിയാവൂ. അത് ആ 2 അറിയാവുന്നത് പോയി ഓപ്ഷനിൽ നോക്കി കട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് എല്ലാ സാർമാരും പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്ക്, നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിലും ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഒത്തിരി മാറ്റം കിട്ടി സാറേ, അതൊക്കെ ഹാളിൽ പ്രയോജനപ്പെട്ടു. നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, നിങ്ങൾ ഇതിനു വേണ്ടി നിൽക്കണ്ടേ? ഇപ്പം ഇച്ചിരി കഷ്ടപ്പെട്ട ജീവിതകാലം മൊത്തം നിങ്ങൾ ആഗ്രഹിച്ച ജോലിയും ആഗ്രഹിച്ച കാര്യങ്ങളും ഒക്കെ നേടാൻ വേണ്ടിയല്ലേ അല്ലെ? അതിനുവേണ്ടി ഇച്ചിരി നിൽക്കണേ. 2 മാസത്തെ കാര്യമല്ലേ? 2 മാസം ഇല്ല അല്ലെ? ഒക്ടോബർ എപ്പോൾ അങ്ങ് തീരും? നവംബർ, ഡിസംബർ, ആ ഒരു മാക്സിമം കവർ ചെയ്യുക, റിവിഷൻ നടത്തുക, റിവിഷൻ കൊണ്ടുവരണേ. ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സ് നല്ലോണം
അങ്ങ് പഠിച്ചു. ഇപ്പോഴേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ അങ്ങ് പഠിക്കേ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന രീതിക്ക് ഇപ്പോഴേ നിങ്ങളങ്ങ് പഠിക്കേ. ആ പഠിക്കുമ്പോഴത്തേക്ക് കറണ്ട് അഫേഴ്സ് അങ്ങ് സെറ്റ് ആവും. ഓരോ മാസ ബേസ് വെച്ച് കറണ്ട് ഇവിടുന്ന് ഒന്നെങ്കിൽ ബാക്കിൽ നിന്ന് പോ സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ, അല്ലെങ്കിൽ ഈ വർഷത്തെ ജനുവരി ഫെബ്രുവരി ഇങ്ങനെയും പഠിക്കണം. ബാക്കിൽ നിന്നും കൂടെ അപ്പൊ രണ്ടും കൂടെ ഒന്ന് കൂട്ടിമുട്ടും ഒരുവിധ റിവിഷൻ കൊണ്ടുവരണേ. കറണ്ട് അഫേഴ്സിൽ റിവിഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ പെട്ടുപോകും. കാരണം എനിക്ക് കറണ്ട് അഫേഴ്സ് അറിയാമോ, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ആ വേർഡുകൾ, ആ വാക്കുകൾ ഓരോ വ്യക്തികളെ കുറിച്ചുള്ളതായാലും വേദികളായാലും സ്പോർട്സിന്റെ കാര്യങ്ങളായാലും അവാർഡുകളായാലും പല തവണ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ മെന്റലി അങ്ങ് പ്രിപ്പയർഡ് ആവും. ഇന്ന അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് ആർക്ക്, അല്ലെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആര്, ഇങ്ങനെ പലതും ചിന്തിച്ചിരിക്കും. നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിത്യ അഭ്യാസി ആന എടുക്കുമെന്നല്ലേ. നിത്യ അഭ്യാസി ആന എടുക്കും. അപ്പൊ നിങ്ങളെ ചിന്താഗതികളിൽ ഇപ്പം പഠിച്ചിട്ട് കുറെ നേരം കഴിഞ്ഞ് പഠിക്കുമ്പോഴാ സാറേ എല്ലാം മറന്നു പോകുന്നു, വർഷങ്ങൾ തിരിയുന്നില്ല, കറണ്ട് അഫേഴ്സ് വീടുകൾ കിട്ടുന്നില്ല എന്നൊക്കെ പൊതുവേ പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തുടർച്ചയായിട്ട് പഠിച്ചു നോക്കെ, ആരും ഈ വേർഡുകൾ പറയത്തില്ല. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് റിവിഷനും കൂടെ കൊണ്ടുവന്നേ. ഒരു ദിവസത്തിൽ എത്ര നേരം റിവിഷൻ വെക്ക്, നിങ്ങൾ ഇത്ര നേരം ഒരു ദിവസത്തിൽ ഇന്നത്തെ ടൈമില് റിവിഷൻ സമയമാണ്. അങ്ങനെ പല ടോപ്പിക്കും റിവിഷനും കൊണ്ടുപോവാ. എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഴയതും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയേ. അങ്ങനെയൊക്കെ വെക്കണോടെ. അങ്ങനെയൊക്കെ വെക്കുന്നവരാണ് ബോഡി കൊണ്ടും മെന്റലി കൊണ്ടും ഹൃദയം കൊണ്ടും തലച്ചോറ് കൊണ്ടും ആ PSCയിലേക്ക് അങ്ങ് ലയിക്കുന്നത്. PSC നമ്മൾ വാട്സപ്പിലായാലും സംസാരിക്കുന്നത്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതായാലും കറണ്ട് അഫേഴ്സിന്റെ കാര്യം പറയുന്നത്, അങ്ങനെയുള്ള കൂടുതലുള്ള ഫ്രണ്ട്സുകളെ കളക്ട് ചെയ്യണം. അങ്ങനെ സംസാരിക്കുന്ന കാര്യമായാലും ഏതെങ്കിലും കണക്ട് ചെയ്ത് ഒരു അരമണിക്കൂർ പോയി വാർത്താ ചാനലൊക്കെ കാണണം. എന്താണ് ലോകത്ത് മാറ്റം ഉണ്ടാവുന്നത്, മറ്റു രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ, ഇന്ത്യയിൽ എന്തൊക്കെ. ചുമ്മാ ആയാലും നമ്മൾ PSC ടച്ചുമായി ബന്ധപ്പെടുന്ന ചിലപ്പം ഈ വർഷത്തെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടന്നപ്പോൾ വള്ളംകളിയുടെ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് PSC പഠിച്ചതല്ലേ, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത്, ഈ വർഷത്തെ ആർക്കാണ് കിട്ടിയത്, നെഹ്റു ട്രോഫി വള്ളംകളി ആർക്കാണ്, അങ്ങനെയൊക്കെ അങ്ങ് കിട്ടും. അതുപോലെ സ്പോർട്സ് കാണുമ്പോൾ ഏഷ്യ കപ്പിന്റെ വിജയം ആർക്കാണ്, അല്ലെങ്കിൽ അത് എതിരാളി ഏത് രാജ്യത്ത് വെച്ച് നടന്നു, അതൊക്കെ ടച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കണമെന്നില്ല, TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ PSCക്ക് കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ അതും കൂടെ ഇഷ്ടപ്പെട്ട് പഠിച്ചു വരും കേട്ടോ. ഓരോരുത്തരോടും പറയാണ്, ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. മുമ്പിലോട്ടുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ 1 2 കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. കാരണം എന്താ, ഈ കിട്ടുന്നതൊക്കെ ആർക്കാ നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങളെപ്പോലെ ഇരുന്ന കുറച്ച് പേര് ആദ്യത്തെ ഇന്ന പരീക്ഷ കിട്ടി, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭാഗ്യമില്ലാത്തതായിരിക്കും. അപ്പൊ അടുത്ത പരീക്ഷ കിട്ടും. അല്ലാതെ ഈ പരീക്ഷകളൊന്നും നിർത്തലാക്കിയില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ തുടരെ പരീക്ഷ തരുന്നില്ലേ, അത് തന്നെ ഒരു ഭാഗ്യമില്ലേ. പണ്ടൊക്കെ എന്താ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2 വർഷമൊക്കെ കാത്തു കെട്ടിയിരിക്കണം. ഇങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 1.5 വർഷം ഇരുന്ന് പഠിച്ചിരുന്നിട്ടാ പരീക്ഷയ്ക്ക് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 25 തന്നെ എത്ര പരീക്ഷകൾ നടന്നു, ടച്ച് അടുത്ത പരീക്ഷകൾ. അപ്പൊ നല്ല ലെവലുള്ളവനെ വീണ്ടും റിവിഷൻ നടത്തി കയറാം. തുടക്കക്കാർക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അവര് ചിന്തിക്കേണ്ടത് മാക്സിമം പഠിക്കുക, റിവിഷൻ നടത്തി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് വരുമ്പോൾ ഏതാണോ ഭാഗ്യം. നിങ്ങൾ തന്നെ അറിയാം, 100 അല്ല ഒരു പരീക്ഷയ്ക്ക് 100 എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ 100 എന്ന കട്ട് ഓഫും അല്ല. അപ്പൊ ആ കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും കൂടണം. 60 ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 70 മാർക്കെങ്കിലും സേഫ് ആവണം എന്ന ചിന്താഗതിയിലല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അത്രയും ഓർത്താൽ മതി. ഓരോരുത്തരോടും പറയാം, ഒത്തിരി ആഗ്രഹിച്ചില്ലേ, ഇച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാൽ ജീവിതകാലത്തിലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൂട്ടാറുണ്ട്. പിന്നെ ഫോറസ്റ്റിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇതുപോലെ തന്നെ ഇവിടെ ഓൺലൈനിൽ പഠിച്ച എൻട്രിയിൽ പഠിച്ച ഒരു പയ്യൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടും, അങ്ങനെ ഭയങ്കര കാര്യമായി അവൻ്റെ ആത്മവിശ്വാസം കൂടി അവന് ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സാർ ഒരു ദിവസം വരണേ, പറമ്പിക്കുളത്ത് ജോലി കിട്ടി. പറമ്പിക്കുളം നമ്മളെ വന്യജീവി സങ്കേത കേന്ദ്രം പഠിക്കത്തിലൂടെ 1973 വന്നത്. ഇങ്ങനെയൊക്കെ പഠിക്കാറില്ലേ. 1973 പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്നത്. നമ്മൾ ഒത്തിരി അങ്ങനെ പഠിക്കാറുണ്ട്. തൂണക്കടവ്, പാലക്കാട് തൂണക്കടവാണ് ആസ്ഥാനം. സംസ്ഥാനത്തിന് വെളിയിലൂടെ കടന്ന് പ്രവേശന കവാടമുള്ള ഏക കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശന കവാടം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. കാട്ടുപോത്തുകൾക്ക് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെന്തായിരുന്നു, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം പറമ്പിക്കുളമാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ. ഇപ്പൊ ജോലി ചെയ്യുന്ന അന്നോട്ടേ പറയും, സാർ ഒരു ദിവസം ഇവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കാം സാറേ, സാറൊക്കെ വരുന്നത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന സാറല്ലേ, ഈ ഒരു ലക്ഷ്യം സാധിച്ചു തന്ന സാറിൻ്റെയൊക്കെ
സാറിൻ്റെയൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ കേൾക്കുമ്പോഴൊക്കെയാണ് തളർന്നിരുന്നാലും ഞാൻ എങ്ങനെങ്കിലും അങ്ങ് പഠിക്കാമല്ലോ എന്ന് വെച്ച് വീട്ടിൽ ചിലപ്പം വിഷമങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനൊക്കെ അങ്ങ് ഉണർന്ന് പഠിച്ചത് കൊണ്ടാണ് സാറേ ഈ യൂണിഫോം ഒക്കെ ഇടാൻ പറ്റിയത്. അവൻ ആദ്യമായിട്ടൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് എനിക്ക് അയച്ചൊക്കെ തന്നപ്പോൾ എനിക്കങ്ങ് സാറേ ആഗ്രഹങ്ങൾ സാധിച്ചു സാറേ, ഇനിയും ഉയരങ്ങളിലെത്തണം. അങ്ങനെ എല്ലാം ഇരുന്ന് പഠിക്കാൻ. അടുത്ത LDCയിൽ ഇപ്പം റാങ്ക് ലിസ്റ്റിലുണ്ട്. അവൻ പറഞ്ഞു LDC കിട്ടി പോകുന്നതിന് മുമ്പ് സാറ് വരണേ, ഞാൻ എല്ലാം കൊണ്ടുപോയി കാണിക്കാം. അങ്ങനെ ഞാൻ പാലക്കാട് പോയി പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം ഒക്കെ കണ്ടു. എന്തൊരു സന്തോഷം. അവരുടെ ഓരോ സ്റ്റുഡൻസിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു വിലയുണ്ടല്ലോ. കാരണം ഒരു കാലത്ത് അവർ കഷ്ടപ്പെടുന്ന സമയത്ത് കൂടെ നിന്നത് കൊണ്ടായിരിക്കും ഇന്ന് അവർക്ക് സ്വസ്ഥമായപ്പോൾ നമ്മളെ ചെന്നപ്പോൾ എല്ലാം ഫുഡ് ഒരുക്കുന്നതിലായാലും ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നതിലായാലും ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നതിലായാലും അതുപോലെ കൽപ്പാത്തി അമ്പലത്തിൽ കൊണ്ടുപോയി നമ്മൾ കൽപ്പാത്തി രഥോത്സവം എന്നൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കും. നവംബർ മാസത്തിലാണ് കൽപ്പാത്തി രഥോത്സവം. പാലക്കാട് ജില്ലയിലാണ്, കൽപ്പാത്തി പുഴയാണ് തൊട്ടടുത്ത് എന്നൊക്കെ നമ്മൾ പഠിക്കുക. അത് കൊണ്ടുപോയി. പിന്നെ കൊല്ലങ്കോട് കൊണ്ടുപോയി കാണിച്ച്. കൊല്ലങ്കോടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ. കൊല്ലങ്കോട് അടിപൊളിയാണ്, ഗ്രാമീണ സൗന്ദര്യമുണ്ട്. അങ്ങനെ കൊല്ലങ്കോട് പോയി. താമരപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കുറേ നേരം നിന്ന് പിന്നെ കുറച്ച് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒക്കെ ഓരോരുത്തരും വന്നിട്ട് പാലക്കാട് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എത്ര പേര് മെസ്സേജ് ഇട്ടെന്നറിയാമോ, സാറ് കാണാൻ പറ്റിയില്ല, എപ്പോഴാണ് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒത്തിരി പേര് വന്ന് കാണാൻ, ഒത്തിരി പേര് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാനൊക്കെ വന്നു. സാറ് പോകുന്നതിന് മുമ്പ് പറയണേ, അമൃത എക്സ്പ്രസ്സിലാണെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ എത്തിക്കോളാം സാറ്. അങ്ങനെ അവിടെയൊക്കെ കാണാൻ വന്നു. പിന്നെ പലയിടത്തും കാണാൻ വന്നപ്പോൾ കൊല്ലംകോടൊക്കെ പോയപ്പോൾ അവിടെ ഒരു ഗാന്ധി ഒരു PSCയുടെ സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ കുട്ടികൾ, പണ്ട് ഞാൻ സെമിനാറൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടികളെ അവിടെയൊക്കെ പോയി ഞാൻ കണ്ട് പോകുന്ന വഴിക്കായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടി? ഒരു അധ്യാപകനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകയായിട്ട് അവരുടെ മനസ്സിൽ നമ്മളെ എത്തിച്ചേർന്നതാണ്. പഠിത്തത്തിൽ മാറ്റം ഉണ്ടായി കാണും. അതുപോലെ അവരുടെ പരീക്ഷയ്ക്ക് എന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ റിവിഷനിലൂടെ പ്രയോജനപ്പെട്ട് കാണും. അല്ലാതെ ചുമ്മാതെ വഴിയെ പോയ ഒരു അധ്യാപകനെ അവർക്ക് ഓർക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇതുപോലെ തുടർന്ന് അവരുടെ പരീക്ഷ എടുക്കുന്ന സമയത്ത് മാക്സിമം റിവിഷനൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ പറമ്പിക്കുളമൊക്കെ കണ്ട് പാലക്കാട് വിഷ്ണു ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചത്. അതുപോലെ നിങ്ങളോടും പറയാണ് ഇതുപോലെ ഫോറസ്റ്റിലൊക്കെ ജോലി കിട്ടിയിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കണം. നിങ്ങളുടെ സ്ഥലത്തേക്ക് വിളിച്ച് ഞങ്ങളെ കാണാൻ വരും, ആഗ്രഹിക്കുക അല്ലേ. എത്ര സ്ഥലങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്കും അവസരങ്ങൾ വരുന്നു. പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലെത്തിയില്ലേ. ഓക്കെ, ആ സബ്ജക്റ്റ് വിട്ടേരെ. അപ്പം മുന്നോട്ട് പോവുക. ഓരോ യാത്രകളിലും ഞങ്ങളുണ്ടാവും. ഞാനും ഒരു റിവിഷനായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ പരീക്ഷ ഇനി അടുത്തെത്തിയത് കൊണ്ട് റിവിഷനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നല്ലൊരു റിവിഷൻ സെക്ഷൻ ഞാൻ തീർച്ചയായിട്ടും തരും. അപ്പോൾ പഠിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട, പഠിച്ച് മുന്നേറുക. നല്ലൊരു സീരീസുമായിട്ടാണ് ഞങ്ങളുടെ എൻട്രി ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ സമയമില്ലല്ലോ. അപ്പോൾ എൻട്രി ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ സീരീസിൽ എല്ലാ അധ്യാപകരും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയാലും ഇംഗ്ലീഷ് ആയാലും ജോഗ്രഫി ആയാലും ഭരണഘടന ആയാലും എല്ലാം നല്ലൊരു റിവിഷനുമായിട്ട് ഞാനും മാക്സിമം റിവിഷൻ കൊണ്ടുവരാം. അപ്പം ഈ ഒരു 2 മാസം ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്ക്. അപ്പോഴത്തേക്ക് കമ്പനി ബോർഡ് LGS ഒക്കെ വിളിക്കുമ്പോൾ അത് പഠിക്കണം അല്ലേ. മാക്സിമം ടോപ്പിക്ക് തീരും. അപ്പോൾ അടുത്തത് പഠിക്കണം. അപ്പം ഇതെന്താ തീരുമ്പോൾ ഞങ്ങൾക്ക് വരാൻ ഞങ്ങളെന്താ കുപ്പിന്ന് വന്ന ബോധോ എന്നൊക്കെ ചോദിക്കരുത്. കാരണം ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങളെ ടച്ച് വിട്ടുപോകത്തില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും പരീക്ഷയില്ല സാറേ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? നിങ്ങളവിടെ ചരിഞ്ഞ് കിടക്കുക. പരീക്ഷ വിളിക്കട്ടെ, പരീക്ഷ സമയമാവട്ടെ, ഡേറ്റ് വരട്ടെ, ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഇതിനു വേണ്ടി പഠിക്കുമ്പോൾ ആ പഠിത്തം അങ്ങോട്ട് തീരുമ്പോൾ അടുത്ത പരീക്ഷ വിളിക്കുന്നു, അടുത്തതിന് പഠിക്കുന്നു. അങ്ങനെയുള്ളവർ തന്നെ കയറി. അപ്പോൾ അതും ഒരു ഭാഗ്യമാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ടച്ചും പോകുന്നില്ല. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണേ. എല്ലാം അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ഓക്കെ, നമുക്ക് ഇന്ന് ഇച്ചിരി കുറച്ച് റിവിഷൻ കേട്ടാലോ? നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ട് മുന്നോട്ട് പോയാലോ? ഞാനും എന്തായാലും ഈ വരുന്ന കുറച്ച് ക്ലാസ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് റിവിഷൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടും. ഓക്കെ, ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബേസിക് കാര്യങ്ങളാണ്. മറ്റ് അധ്യാപകർ അതാത് സബ്ജക്റ്റ് വൈസ് തരും. ഞാൻ ബേസിക് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൊണ്ടുവന്നേടെ. നമുക്കൊന്ന് നോക്കാടെ. കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ, സ്ഥാപകർ, അവരുടെ വർഷങ്ങൾ, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിനെ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ, സ്ഥാപകർ, അവരുടെ ആരുടെയാണെന്ന് നോക്കാം അല്ലേ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാടെ? ആദ്യം റിവിഷൻ ഒന്ന് കേട്ടേടെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആരെയാണ്? നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് ശ്രീനാരായണ ഗുരു അല്ലേ. എന്തൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ജനനം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്തായിരുന്നു? ഗജേന്ദ്രമോക്ഷം അല്ലേ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേര്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലേ. ഹിന്ദു സ്വരാജ് ആരുടെ ആദ്യ കൃതിയാണ്? ഹിന്ദു സ്വരാജ് അത് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേര് ഏതായിരുന്നടെ? ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേര്. അപ്പം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ
ആദ്യ കൃതി. ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിൽ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? ഏത് കൊട്ടാരമാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത്? കായംകുളം കൃഷ്ണപുരം കൊട്ടാരം അല്ലെ. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതി? ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതിയാ? ആദ്യ കൃതിയല്ല, ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെ പ്രശസ്ത കൃതിയാ? പണ്ഡിറ്റ് കറുപ്പന്റെ ആണ്. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്ത കൃതിയാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ അഭിജ്ഞാന ശാകുന്തളം? ആരുടെ അഭിജ്ഞാന ശാകുന്തളം? കാളിദാസന്റെ അല്ലെ. അഭിജ്ഞാന ശാകുന്തളം ആരുടെയാണ്? കാളിദാസന്റെ. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്ന ആരെയാ? റിവിഷൻ ആണ്, ജസ്റ്റ് ഞാൻ സ്പീഡിൽ പോകുന്നെന്നും പറഞ്ഞ് ആരും പരാതി ഒന്നും പറയല്ലേ. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്ന ആരെയാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അല്ലെ. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള പാണിനി എന്ന് വിളിക്കുന്നത് ആരെയാ? കേരള പാണിനി AR രാജരാജവർമ്മ അല്ല. കേരള പാണിനി എന്ന് വിളിക്കുന്നത് ആരെയാണ്? AR രാജരാജവർമ്മ. അദ്ദേഹത്തിന്റെ സ്മാരകമല്ലേ ഇവിടെ മാവേലിക്കരയിലുള്ളത്? AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കരയിലാണ് അല്ലെ. അപ്പൊ കേരള പാണിനി എന്ന് വിളിക്കുന്നത് ആരെയാണ്? AR രാജരാജവർമ്മ അല്ലെ. AR രാജരാജവർമ്മയുടെ മരണത്തെ തുടർന്ന് കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. AR രാജരാജവർമ്മയുടെ മരണത്തെ തുടർന്ന് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പ്രരോദനം. പ്രരോദനം അദ്ദേഹത്തിന്റെ, കുമാരനാശാന്റെ ആദ്യത്തെ കൃതി വീണപൂവാണ് കേട്ടോ. ആദ്യ കൃതി വീണപൂവും അവസാനത്തെ കൃതിയാണ് കരുണ. കുമാരനാശാന്റെ ആദ്യത്തെ കൃതി വീണപൂവ്, അവസാനത്തെ കൃതി ഏതാണ്? കരുണ. ഉപഗുപ്തനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉപഗുപ്തനും വാസവദത്ത ചണ്ടാല വിഷുകി അതും പഠിച്ചിട്ടുണ്ട് അല്ലെ. ചണ്ടാല വിഷുകി അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലെ ഏതൊക്കെയായിരുന്നു? കരുണ, ചണ്ടാല വിഷുകി, നളിനി, അതുപോലെ ലീല, ചിന്താവിഷ്ടയായ സീത അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ആരുടെ? കുമാരനാശാൻ. കുമാരനാശാൻ മരിച്ചത് ഏത് വർഷമാണ്? കുമാരനാശാൻ മരിച്ചത് 1924 അല്ലെ. 24 റെഡീമർ ബോട്ടപകടം എന്ന് വിളിക്കും. റെഡീമർ ബോട്ടപകടം, അതായത് പല്ലനയാറ്റിലെ കുമാരകോടി എന്ന സ്ഥലത്ത് വെച്ച് റെഡീമർ ബോട്ടപകടത്തിലാണ് ആര് മരിക്കുന്നത്? കുമാരനാശാൻ മരിക്കുന്നത്. ഏത് വർഷമാണ്? 1924. ആശയഗംഭീരൻ, സ്നേഹഗായകൻ അല്ലെ. സ്നേഹഗായകൻ എന്നും ആശയഗംഭീരൻ എന്നും മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാ? കുമാരനാശാനാണ് അല്ലെ. കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാശാന്റെ ഏത് ഖണ്ഡകാവ്യ? വീണപൂവാണ്. അപ്പൊ കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. അതിനെ വിളിക്കുന്നത് എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതെന്ന് ചോദിച്ചാൽ മലയവിലാസമാണ്. മലയവിലാസം കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? മലയവിലാസം. ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാ? മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തമാണ്. നൃത്തം അല്ലെ. ആരാ എഴുതിയത് നൃത്തം? M. മുകുന്ദൻ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം. നൃത്തം എഴുതിയത് ആരാണ്? M. മുകുന്ദനാണ് അല്ലെ. M. മുകുന്ദൻ പറഞ്ഞേ. M. മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ അല്ലെ. മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് M. മുകുന്ദൻ അല്ലേ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ അല്ലെ. ദൈവത്തിന്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ഇതൊക്കെ ആരുടെ കൃതിയാണ്? നമ്മുടെ M. മുകുന്ദന്റെ. അദ്ദേഹത്തിന്റെയാണ് ആദ്യത്തെ മലയാളത്തിലെ സൈബർ നോവൽ. ആദ്യ നോവൽ ഏതാണ്? നൃത്തമാണ്. അപ്പൊ മയ്യഴിയുടെ കഥാകാരൻ M. മുകുന്ദനാണ് അല്ലെ. നിളയുടെ കഥാകാരൻ ആരാ? MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. രണ്ടുമൂന്ന് കൃതികൾ പറഞ്ഞ MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം അല്ലെ. ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് രണ്ടാം മൂഴം. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT എഴുതിയ നോവൽ ഏതെന്ന് ചോദിച്ചാൽ രണ്ടാം മൂഴം അല്ലേ. കാലം നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാലം അതായത് MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയുടെ പേരാണ് കാലം കേട്ടോ. കാലം, രണ്ടാം മൂഴം, നാലുകെട്ട്. MTയുടെ ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡും MTയുടെ ആദ്യത്തെ പുസ്തകമാക്കിയ നോവൽ ഏതെന്നൊക്കെ ചോദിച്ചാൽ നാലുകെട്ടാണ്. നാലുകെട്ടാണ് MTയുടെ ആദ്യത്തത്. അപ്പൊ നാലുകെട്ട്, കാലം, രണ്ടാം മൂഴം, ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത് അല്ലെ. ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്, ഇതൊക്കെ ആരുടെയാണ്? MT വാസുദേവൻ നായരുടെ. ഓർത്തു വെച്ചിരിക്കണേ. നാലുകെട്ടിലെ കഥാപാത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പുണ്ണി, കോന്തുണ്ണി എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലാണെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പുണ്ണി, കോന്തുണ്ണിയൊക്കെ MT വാസുദേവൻ നായരുടെ നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ്. കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സേതു കേട്ടോ. കാലത്തിൽ ആരെന്നത്? സേതു. അതുപോലെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്. ഭ്രാന്തൻ വേലായുധൻ ഏത് കൃതിയിലാണ്? ഇരുട്ടിന്റെ ആത്മാവിലെ. അതുപോലെ അസുരവിത്ത് എന്ന നോവലിലാണ് ഗോവിന്ദ
ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഉള്ളത്. അപ്പൊ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം അസുരവിത്തില്, ഇരുട്ടിന്റെ ആത്മാവില് ഭ്രാന്തൻ വേലായുധൻ, കാലത്തില് സേതു, രണ്ടാം ഊഴത്തില് ഭീമൻ, അല്ലെ, നാലുകെട്ടില് അപ്പുണ്ണി, കോന്തുണ്ണി, ഇതൊക്കെ ആരുടെ ആയിരുന്നടെ? MT വാസുദേവൻ. ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 95 കേട്ടോ. MT ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാടെ 95. MT മരിച്ചായിരുന്നു അല്ലേ? ക്രിസ്മസ് ദിനത്തിൽ മരിച്ച മലയാളത്തിലെ എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചിട്ടില്ലേ? 2024 ഡിസംബർ 25 ആരാ മരിക്കുന്നത്? MT വാസുദേവൻ നായർ മരിക്കുന്നത്. നിളയുടെ കഥാകാരൻ, പിന്നെയുണ്ട് കൂടല്ലൂരിന്റെ കഥാകാരൻ ആരെന്ന് ചോദിച്ചിട്ടില്ലേ? നിളയുടെ കഥാകാരൻ ആരെന്ന് ചോദിച്ചാലും കൂടല്ലൂരിന്റെ കഥാകാരൻ ആരെന്ന് ചോദിച്ചാലും ആരാടെ? MT വാസുദേവൻ. അപ്പൊ ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്ന MT 95 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാര തുക 11 ലക്ഷം രൂപയാണ് കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാര തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ് കേട്ടോ. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ഒരു മലയാളിക്കല്ലേ? പറഞ്ഞേ, ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ മലയാളി ജി ശങ്കരക്കുറുപ്പ്, അല്ലെ? ഓടക്കുഴൽ എന്ന കൃതിക്ക് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കും കേട്ടോ. ഓർമ്മയുടെ ഓളങ്ങൾ, ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ കൃതിയാണ്? ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാണ്? 1965. കൊടുത്തു തുടങ്ങിയ വർഷവും 65. ഈ 65 വേറൊരു പ്രത്യേകതയുണ്ട്, അറിയാമോ? 1965 നമ്മുടെ മലയാളത്തിൽ നിന്നും സ്വർണ്ണ മെഡൽ ആദ്യമായി ലഭിച്ച സിനിമ ഏതാ? മലയാളത്തിൽ നിന്നും സ്വർണ്ണ മെഡൽ ആദ്യമായി ലഭിച്ച സിനിമ ചെമ്മീൻ അല്ലേ? ചെമ്മീൻ സിനിമയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ച വർഷം എന്നു ചോദിച്ചിട്ടുണ്ട്. 1965. ആരാണ് ചെമ്മീൻ സിനിമ എഴുതിയത്? ചെമ്മീൻ സിനിമ എഴുതിയത് തകഴിയ, അല്ലെ? തകഴിയുടെ സിനിമയല്ലേ ചെമ്മീൻ? അതിന്റെ സംവിധായകൻ രാമു കാര്യാട്ട്, അല്ലെ? ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ട്. ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്തല്ലേ SL പുരം സദാനന്ദൻ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദൻ. അതുപോലെ ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകനാണ് മാർക്കസ് ബഡ്ഡിലി. മാർക്കസ് ബഡ്ഡിലി. ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകൻ ആരാണ്? മാർക്കസ് ബഡ്ഡിലി, അല്ലെ? അപ്പൊ ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കരിയാട്ട്, ഇതിന്റെ നിർമ്മാതാവ് ബാബു ഇസ്മയിൽ, ഇതിന്റെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ, ഇതിന്റെ ഛായാഗ്രാഹകൻ മാർക്കസ് ബഡ്ഡിലി. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് തുറമുഖമല്ലേ ചെമ്മീൻ സിനിമയ്ക്ക് ആ ഒരു പ്രതിപാദ്യമായിട്ടുള്ളത്? പുറക്കാട്, ആലപ്പുഴയിലെ പുറക്കാടാണ് കേട്ടോ, അത് മറന്നു വരുന്നത്. അപ്പൊ ചെമ്മീൻ സിനിമ ഏത് വർഷമാണ് കേരളത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത്? 1965. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും, കേരളത്തിലെ മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് 54 നീലക്കുയിലാണ്. നീലക്കുയിൽ, ഉറൂബ് അതിന്റെ തിരക്കഥയൊക്കെ എഴുതിയത്. മലയാളത്തിലെ എഴുത്തുകാരനില്ലേ നമ്മുടെ ഉറൂബ്, നീലക്കുയില് കേട്ടോ. അത് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും നമ്മുടെ P ഭാസ്കരനും, രണ്ടുപേരും ചേർന്ന്. അത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടന്നില്ലേ, അതിന് പരീക്ഷയ്ക്ക് ചോദിച്ചത് നീലക്കുയിലിന്റെ തിരക്കഥ എഴുതിയത് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാരനായ നമ്മുടെ ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ എന്ന് വിളിക്കുന്ന ഉറൂബാണ് കേട്ടോ, മറന്നു വരുന്നത്. ഏത് വർഷമാണ് അവാർഡ് കിട്ടിയത്? 1954. ദേശീയ അവാർഡിൽ ഏത് അവാർഡ്? വെള്ളി മെഡൽ. വെള്ളി മെഡൽ. ആദ്യം മികച്ച രണ്ടാമത്തെ സിനിമ മലയാളത്തിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പൊ ദേശീയ അവാർഡ് നേടിയ ആദ്യം മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ 54 നീലക്കുയിൽ. വെള്ളി മെഡലാണ്. രാമു കാര്യാട്ടും P ഭാസ്കരനും ചേർന്നാണ് സംവിധാനം ചെയ്തത്. പക്ഷെ സ്വർണ്ണ മെഡൽ ലഭിച്ചത് 1965 ചെമ്മീൻ സിനിമയ്ക്കായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ, നല്ലൊരു ചോദിച്ചതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോഴേ അങ്ങോട്ട് പോയാൽ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്തായിരുന്നത്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. 2-3 കൃതികൾ പറഞ്ഞ 2-3 കൃതികൾ: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതി മീമാംസ, അല്ലെ? ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ, അല്ലെ? SNDP അല്ലേ അദ്ദേഹം സ്ഥാപിച്ചത്? ആണ്. 1903 SNDP സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 3 ശ്രീനാരായണ ഗുരു ആജീവനാന്ത പ്രസിഡന്റ് അദ്ദേഹം. പക്ഷെ ആദ്യത്തെ സെക്രട്ടറി നമ്മുടെ കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനെ നിങ്ങൾക്ക് അറിയാമോ? ഉപാധ്യക്ഷന് ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു. എവിടെ കേട്ടിട്ടുള്ള ഡോക്ടർ പൽപ്പു? 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര്, അല്ലെ? 1896 1900 രണ്ട് ഈഴവ മെമ്മോറിയൽ ഉണ്ട്, അല്ലെ? അതായത് 1896 ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം രാജാവിനും ശ്രീമൂലം തിരുനാളിനും,
1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് നമ്മുടെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയായ കട്സൺ പ്രഭുവിനുമാണ് കൊടുക്കുന്നത്. അപ്പൊ അതും ചോദിക്കാം. അപ്പൊ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാ? കട്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയുടെ പേരെന്താണ്? കട്സൺ പ്രഭു ആണ്. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കട്സൺ പ്രഭുവിനെ? നമ്മുടെ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചതാരാ? ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് ആദ്യമായിട്ട് വിളിച്ചത് കട്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയതാരാ? കട്സൺ പ്രഭു ആണെന്ന് നമ്മറിയാം അല്ലേ? ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചത് 1905 കട്സൺ. അപ്പം നമ്മൾ ഡോക്ടർ പൽപൂനെ കേട്ടത് എവിടാ? ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് കൊടുത്തത് ഏത് വർഷമാണ്? 1896 അല്ലെ? ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ അദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ്, ഡോക്ടർ പൽപൂവിന്റെ ഒരു സംഘടന. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. SNDP 1903 എവിടെയാണ് ആസ്ഥാനം? SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ല അല്ലെ? കൊല്ലത്തിന്റെ ഒരു കോട്ട പറയാമോ? പോർച്ചുഗീസുകാരെ പണി എഴുപ്പിച്ച ഒരു കോട്ട, തോമസ് കോട്ട. കൊല്ലം ജില്ലയിലെ ഒരു കോട്ടയുടെ പേരെന്താണ്? തോമസ് കോട്ട അഥവാ പറങ്കിക്കോട്ട. കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ ഒരു ഫേമസ് തുറമുഖമാണ് നീണ്ടകര തുറമുഖം കേട്ടോ. നീണ്ടകര തുറമുഖം ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീണ്ടകര തുറമുഖം നോർവേ, ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നാ പറയുന്നത് കേട്ടോ. നീണ്ടകര നോർവേയുടെ സഹായത്തോടെയാണ് അല്ലെ? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം കൊല്ലത്തല്ലേ? ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം. ചെന്തുരുണി കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ കീഴിലാണ്. 1984 വരുന്നത് കേട്ടോ. ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം വരുന്നത് എന്നാണ് 1984. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. 84 ചായിൽ തുടങ്ങുന്ന 3 വന്യജീവി സങ്കേത കേന്ദ്രം 84 വന്നത്. ചായിൽ തുടങ്ങുന്ന പറ. കൊല്ലം ജില്ലയിലെ ചെന്തുരുണി 84, ഇടുക്കി ജില്ലയിലെ ചിന്നാർ 84, തൃശൂർ ജില്ലയിലെ ചിമ്മിനി 84. അപ്പൊ കൊല്ലം ചെന്തുരുണി 84, തൃശൂർ ചിമ്മിനി 84, ഇടുക്കി ചിന്നാർ 84. അത് ഈ അടുത്ത കാലത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നതാ, അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം വന്ന വർഷം എന്നാണ് 84. ഏത് ജില്ലയില്? കൊല്ലം. കൊല്ലം എന്ന് കേട്ടാ പിന്നെ ഏതാ ഓർമ്മ വരുന്നത്? ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തല്ലേ ആണ്. മൺട്രോ തുരുത്ത് എവിടാന്ന് ചോദിക്കാം കേട്ടോ. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? കൊല്ലം. പിന്നെയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം കല്ലട ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതി. അത് കൊല്ലത്താണ്. നമ്മുടെ തെന്മല അണക്കെട്ടിലൂടെ, തെന്മല കൊല്ലം ജില്ലയിലെ, അതിന്റെ പേരും ഇങ്ങനെയുണ്ട്, കല്ലട പരപ്പാർ അണക്കെട്ട് കേട്ടോ. അപ്പൊ തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര് പറഞ്ഞാൽ കല്ലട പരപ്പാർ അണക്കെട്ട് എന്നും പറയുന്നത് തെന്മല അണക്കെട്ടാണ്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു അല്ലെ? പിന്നെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏത് ചോദ്യാന്നറിയാമോ? കൊല്ലത്ത് ഏറ്റവും കൂടുതൽ സുനാമി മ്യൂസിയം കൊല്ലത്തുണ്ട്. കരുനാഗപ്പള്ളി അഴീക്കൽ സുനാമി മ്യൂസിയം. പിന്നെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട ശുദ്ധജല തടാകം F ആകൃതിയിൽ ഒഴുകുന്നു. പിന്നെന്താ? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. പിന്നെ അഷ്ടമുടി കായലില്ലേ? ഏതാ അഷ്ടമുടി കായല്? അഷ്ടമുടി കായൽ ഏതെന്ന് പറഞ്ഞാൽ പനയുടെയും നീരാളിയുടെയും ആകൃതിയിൽ ഒഴുകുന്നത് അഷ്ടമുടി കായൽ. പിന്നെന്താ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ. വലിയ കായൽ വേമ്പനാട്ട. നീളം കൂടിയതിലും കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാലും, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതെന്ന് ചോദിച്ചാലും അഷ്ടമുടി കായലാണ് അല്ലെ? പനയുടെയും നീരാളിയുടെ ആകൃതിയിലല്ലേ അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിലെ ഒരു കായൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകളാൽ നിറഞ്ഞ കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. പിന്നെയുണ്ട് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലമാണ്. കടൽ തീരം കൂടുതൽ കണ്ണൂര്, കടൽ തീരം കുറവ് എവിടാണ്? കൊല്ലത്തിന്. പിന്നെയുണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം കൂടുതൽ, കശുവണ്ടി ഏറ്റവും കൂടുതൽ ഏതാണ്? കശുവണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയേണ്ടത് കണ്ണൂരാ. പക്ഷെ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട കശുവണ്ടി ഫാക്ടറികളിലെ അത് ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലാണ്. കശുവണ്ടി ഫാക്ടറികൾ, കപ്പെക്സ്, അതുകൊണ്ട് അതിന്റെ ആസ്ഥാനം ഒക്കെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഓർത്തു വെച്ചിരിക്കണേ. കൊല്ലമാണ് നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ കൊല്ലം ജില്ലയുണ്ട്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ 5 ജില്ലയല്ലേ ഉള്ളൂ. ഏതൊക്കെയാ? തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, കോട്ടയം ഉണ്ട്, തൃശ്ശൂരുണ്ട്, മലബാർ ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ കേരളം നിലവിൽ വരുമ്പോൾ. അപ്പൊ കൊല്ലം അന്നേ ഉണ്ട്. അതുകൊണ്ട് കൊല്ലം ജില്ല നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന ഡേറ്റ് പറയരുത്. കേരള സംസ്ഥാനം
സംസ്ഥാനം നിലവിൽ വന്നപ്പോഴേ ഉണ്ട്. അപ്പം കൊല്ലം നിലവിൽ വന്ന എന്നാണെന്നറിയാമോ? 1949 ജൂലൈ 1-നാണ്. 49 ജൂലൈ 1 അതെവിടെയോ കേട്ടിട്ടില്ലേ? 49 ജൂലൈ എന്ന് എവിടാ കേട്ടിട്ടുള്ളത്? തിരുക്കൊച്ചി സംയോജനം നടന്നത് എവിടെ ചോദിച്ചിട്ടില്ലേ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എവിടാണ്? ഏത് വർഷമാണ്? 49 ജൂലൈ 1. ആ ഡേറ്റിൽ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയം ഒക്കെ വന്നതെന്ന 49 ജൂലൈ 1. അപ്പം വെരി വെരി ഇമ്പോർട്ടന്റ്, തിരുക്കൊച്ചി സംയോജനം നടന്ന ഡേറ്റ് പറ. 49 ജൂലൈ 1. ഇനി നല്ലൊരു പോയിന്റ് പറയട്ടെ, 49ന്റെ നല്ലൊരു പോയിന്റ് പറയട്ടെ. നമ്മുടെ റിസർവ് ബാങ്ക് എന്നാ വന്നത്? റിസർവ് ബാങ്ക് 35-ലല്ലേ ഇവിടെ വന്നേ? റിസർവ് ബാങ്ക് വന്നത് 35 ഏപ്രിൽ 1-നാ. ഇത് ദേശസാൽക്കരിച്ചത് 49 ജനുവരി 1-നാണ്. അപ്പൊ റിസർവ് ബാങ്ക് എന്നാ വന്നേ? 35 ഏപ്രിൽ 1-ന്. റിസർവ് ബാങ്ക് എന്നാ ദേശസാൽക്കരിച്ചത്? 49 ജൂലൈ 1. മറന്നുപോരുത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടാ? മുംബൈ അല്ലെ? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ, നബാർഡിന്റെ ആസ്ഥാനം മുംബൈ, SBIയുടെ ആസ്ഥാനം മുംബൈ, സെബിയുടെ ആസ്ഥാനം മുംബൈ അല്ലെ? LICയുടെ ആസ്ഥാനം മുംബൈ. അപ്പൊ റിസർവ് ബാങ്ക്, നബാർഡ്, LIC, സെബി, SBI ഇതിന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് എന്നാ വന്നേ? 1982 ജൂലൈ 12. 82 ജൂലൈ 12-നാണ് നബാർഡ്. ചെറുകിട കർഷകർക്ക് വായ്പകൾ നൽകുന്ന ബാങ്ക് അല്ലേ നബാർഡ്? ഗ്രാമീണ വികസനവും കൃഷിക്കും വേണ്ടി വന്ന ബാങ്ക് അല്ലേ നബാർഡ് രൂപീകരണ കമ്മീഷന്റെ ഓർമ്മയുണ്ടോ? നബാർഡ് രൂപീകരണ കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ. നബാർഡ് രൂപീകരണ കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷൻ അല്ലെ? തുങ്കൻ കമ്മീഷൻ എന്താ? PK തുങ്കൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ. 1989 വന്ന PK തുങ്കൻ കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് കൊടുത്തു? ഭരണഘടനാ സാധുത നൽകിയ കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. 88-ൽ രൂപീകരിച്ചു, 89-ൽ റിപ്പോർട്ട് വന്ന PK തുങ്കൻ കമ്മിറ്റി എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയ കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. അത് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തിരിച്ചു വരാം. ഞാൻ SNDP പറയുമ്പോഴാ എല്ലാം അങ്ങോട്ട് പോയത് അല്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരു എവിടാണ് നമ്മുടെ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ആലുവയിലാണോ കാലടിയിലാണോ അദ്ദേഹത്തിന്റെ അദ്വൈതാശ്രമം? ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാ? ശ്രീനാരായണ ഗുരു. അപ്പൊ കാലടിയിൽ ആരാ? കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. അപ്പം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവും കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കേട്ടിട്ടുണ്ടോ ആഗമാനന്ദ സ്വാമികളെ? കേട്ടിട്ടുണ്ട്. എന്താ? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആര്? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികളെയാണ് കേട്ടോ. കേരളത്തിന്റെ വിവേകാനന്ദൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. എവിടാണ് അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത്? കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് കേട്ടോ. കാലടിയിലെ അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നത് നമ്മുടെ ശങ്കരാചാര്യർ അല്ലെ? അദ്വൈത സിദ്ധാന്തം ആരുടെയാണ്? ശങ്കരാചാര്യർ. സൗന്ദര്യ ലഹരി അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൗന്ദര്യ ലഹരി ആരുടെ പ്രശസ്ത കൃതിയാ? നമ്മുടെ ശങ്കരാചാര്യരുടെ പ്രശസ്ത കൃതിയാണ്. ആലുവയിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ കാലടിയിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ശങ്കരാചാര്യർ. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതി പറഞ്ഞേ. ശങ്കരാചാര്യരുടെ പ്രശസ്ത കൃതിയാണ് സൗന്ദര്യ ലഹരി. എവിടെ ശങ്കരാചാര്യർ വേറെ പഠിച്ചിട്ടുള്ളത്? ശങ്കരാചാര്യരുടെ നമ്മുടെ പെരിയാറിനെ പൂർണ്ണ എന്ന് വിളിച്ചത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? പെരിയാറിനെ പൂർണ്ണ എന്ന് വിളിച്ചത് ശങ്കരാചാര്യർ. പെരിയാറിനെ ചൂർണി എന്ന് വിളിച്ചത് ആരാ? അത് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ പറഞ്ഞതാണ്. അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ പറഞ്ഞത് ചൂർണി എന്നും പെരിയാറിന് പൂർണ്ണ എന്ന് പേര് കൊടുത്തത് ആരാണ്? ശങ്കരാചാര്യർ അല്ലെ? കാഞ്ചിയിലെ സന്യാസി എന്ന് വിളിക്കുന്നത് ശങ്കരാചാര്യരെയാണ്. കാഞ്ചിയിലെ സന്യാസി. അപ്പൊ കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളും ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരു. ഓർത്തു വെച്ചിരിക്കണം. ഞാൻ ഒത്തിരി പറയാൻ നിന്ന് അങ്ങോട്ട് അടുത്ത നോക്കട്ടെ. NSS വന്ന എന്നാണ്? NSS 1914 മന്നത്ത് പത്മനാഭൻ അല്ലെ? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അവിടെ തന്നെ, ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. മന്നത്ത് പത്മനാഭന്റെ ഒരു പ്രസംഗം ചോദിക്കും കേട്ടോ നിങ്ങൾക്ക്. മന്നത്ത് പത്മനാഭന്റെ പ്രസംഗം പഠിച്ചു വെക്കണം. പറയട്ടെ. 1947 പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. 47 പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ മന്നത്ത് പത്മനാഭനല്ലിയുടെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1924 നവംബർ 1 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാ? മന്നത്ത് പത്മനാഭന. അദ്ദേഹം വേറൊരു ജാഥയുണ്ട്, വിമോചന സമരം ഇല്ലേ? വിമോചന സമരം 59 അതിനെ തുടർന്ന് നടത്തിയ ജാഥ ജീവശിഖ ജാഥയാണ് കേട്ടോ. ജീവശിഖ ജാഥ കേരളത്തിന്റെ ഭാരത കേസരി
കേസരി എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. ഭാരത കേസരി മറന്നുപോരുതേ, ഭാരത കേസരി ആരാടെ? മന്നത്ത് പത്മനാഭൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബഹുമതി കൊടുക്കുന്നത് തന്നെ ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ചത് നമ്മുടെ സർദാർ KM പണിക്കര അല്ലേ, സർദാർ KM പണിക്കർ. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ പ്രസംഗം പറഞ്ഞയുടെ മുത്തുകുളം പ്രസംഗം കേട്ടോ. മന്നത്ത് പത്മനാഭനാണ് നമ്മുടെ ആത്മകഥ, എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭന്റെ. എന്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണെന്ന് അറിയാമോ? എന്റെ ജീവിത കഥ അത് AKGയുടെ. AKGയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത കഥയാണ്, മൈ ലൈഫ് സ്റ്റോറി കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. 1936 പട്ടിണി ജാഥ നയിച്ചതാര്? AKG. മലബാർ ജാഥ നയിച്ചതാര്? AKG. കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തിയാര്? AKG. കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്തതാരെയാണ്? AKG. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാര്? AKG. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത കഥ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, എന്റെ പൂർവ്വകാല സ്മരണകൾ, ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതികളാണ്? AKGയുടെ കൃതികളാണ് കേട്ടോ. 36 പട്ടിണി ജാഥ നയിച്ചതൊക്കെ AKG ആണ്. അടുത്തത് പോട്ടെ, സാധുജന പരിപാലന സംഘം നമ്മുടെ അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം അല്ലെ. 1907 അയ്യങ്കാളി എവിടാ ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് ജനിച്ചത് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് ജനിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. വെങ്ങാനൂര്. അയ്യങ്കാളിയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിൽ ഓടി വരുന്ന ചോദ്യം? അയ്യങ്കാളിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓടി വരുന്നത് ഏതാണ്? ഗാന്ധിജി പുലേ രാജ എന്ന് വിളിച്ചത് അയ്യങ്കാളിയാണ്. ഇന്ദിരാഗാന്ധി മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് അയ്യങ്കാളിയാണ്. EK നയനാർ കേരളത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് അയ്യങ്കാളിയാണ്. ഗാന്ധിജി പുലേ രാജ എന്ന് വിളിച്ചു, ഇന്ദിരാഗാന്ധി മഹാനായ പുത്രൻ എന്ന് വിളിച്ചു, EK നയനാർ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയല്ലേ. അധസ്ഥിതികരുടെ പടത്തലവൻ എന്ന് വിളിക്കുന്നത് അയ്യങ്കാളിയല്ലേ. അയ്യങ്കാളിയിലൂടെ പുലേ ലഹള നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ ഊരട്ടമ്പലം അഥവാ ഊരട്ടമ്പലം ലഹള. പിന്നെ ഉണ്ടല്ലോ ഊരട്ടമ്പലം ലഹള എന്നും പുലേ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? 1915 90-ാം ആണ്ട് ലഹള 15 പലം മറന്നു പോരുത്. പുലേ ലഹള നടന്ന വർഷം എന്നാണ് 1915. കൊല്ലം ജില്ലയിൽ അയ്യങ്കാളി നടത്തിയ ലഹള ഏതാ? കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള, അതും 15 അല്ലെ. പുലേ ലഹളയും പെരിനാട് സമരം ഏത് വർഷമാണ്? 1915. ഇദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാ? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര. അതുപോലെ ഈ അയ്യങ്കാളിയുടെ നെടുമങ്ങാട് ചന്തലകള നടത്തിയത് അയ്യങ്കാളിയാണ്. നെടുമങ്ങാട് ചന്തലകള നടത്തിയത് അയ്യങ്കാളി. ഊരട്ടമ്പല ലഹള, അതായത് പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഊരട്ടമ്പല ലഹള നടത്തിയതും അയ്യങ്കാളിയാണ്. മറന്നുപോരുത്. അപ്പൊ 1907 സാധുജന പരിപാലന സംഘം. ഈ 7 തന്നെയാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന്റെ അരേ സമാജം കേട്ടോ. അരേ സമാജം. യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാടാണ് കേട്ടോ. 1908 VT ഭട്ടത്തിരിപ്പാടാണ്. ഒരു പക്ഷേ VT ഭട്ടത്തിരിപ്പാട് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടുന്ന. VT ഭട്ടത്തിരിപ്പാടെന്നൊന്നും ഒരു പയ്യന. അപ്പം ചിലപ്പം ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ, പക്ഷെ അനുയോജ്യമായി നമ്മൾ ഒരു LGS LDCക്കൊക്കെ പൊതുവെ VT ഭട്ടത്തിരിപ്പാടാ. പക്ഷെ ഏറ്റവും അനുയോജ്യം ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഇത് വരുന്നതെന്ന് പറയാറുണ്ട്. എന്നാലും നമ്മൾ പഠിക്കേണ്ടത് VT ഭട്ടത്തിരിപ്പാടും ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഉണ്ടെങ്കിൽ ദേശമംഗലം എഴുതിയരെ സാധ്യതയില്ല. രണ്ടും വന്നാൽ പിന്നെ അവിടെ ഒരു ചോദ്യമായി പറച്ചിലായി അല്ലേ. അതുകൊണ്ട് VT ഭട്ടത്തിരിപ്പാടാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഒരു പക്ഷെ VT ഭട്ടത്തിരിപ്പാട് ഓപ്ഷനിൽ കണ്ടില്ല. അപ്പൊ ചോദ്യകർത്താവ് കറക്റ്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണും. അപ്പൊ യോഗക്ഷേമ സഭ ഏത് വർഷമാണ്? 1908. VT ഭട്ടത്തിരിപ്പാടിൽ യാചനായാത്ര 1931 അല്ലെ. തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര നടത്തിയത് VT ഭട്ടത്തിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകം. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരറിയാമോ? VT ഭട്ടത്തിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. VT ഭട്ടത്തിരിപ്പാടിന്റെ. ഓക്കെ, അടുത്ത നോക്കെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു പേര് പറഞ്ഞേ. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേര് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേര് എന്താണ്? കുമാര ഗുരുദേവൻ അല്ലെ. പിന്നെ നല്ലൊരു ചോദ്യം ഉണ്ടല്ലോ, യുദ്ധവിരുദ്ധ ജാഥ അല്ലെ. ഒന്നാം ലോക ആയുധ സമയം നടക്കുകയായിരുന്നേ. അന്ന് ഈ കേരളത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാണ്? പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. പത്തനംതിട്ട ജില്ലയിലാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇരവിപ്പേരൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ?
സ്ഥലത്ത്. സമത്വ സമാജം കണ്ട ഇത് ചിലപ്പോൾ ചോദിക്കാറ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത് സമത്വ സമാജമാണ്. 1836 വൈകുണ്ഠ സ്വാമികളാണ് കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് തന്നെ വൈകുണ്ഠ സ്വാമികളെയാണ്. സമത്വ സമാജം 1836 കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ജനിച്ചത്. അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂല്, അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂലൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാണ്? വൈകുണ്ഠ സ്വാമികളുടെ പ്രശസ്ത കൃതി. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചു കണ്ടിട്ടില്ലേ? 1859 ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. രഥത്തിന്റെ സവർണരുപൊത്ത് അവർണരുപൊത്ത് രഥത്തിന്റെ തേര് വലിച്ചത് വൈകുണ്ഠ സ്വാമിയാണ്. നിഴത്തങ്കൽ ആരാധനാലയം കൊണ്ടുവന്നത്, കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് അല്ലെ, ഇതൊക്കെ സ്ഥാപിച്ചത് ആരാടെ? നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ തെറ്റരുത്. അഖിലത്തിരിട്ട് അമ്മാനെ അരുള്. സമത്വ സമാജം ഏത് വർഷം? 1836. സഹോദര സംഘം സ്ഥാപിച്ചത് 1917 സഹോദരൻ അയ്യപ്പനാണ്. ഇദ്ദേഹത്തിന്റെ മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്. മിശ്രഭോജനം, വിദ്യാഭൂഷണി, ശ്രീ വിദ്യാഭൂഷണി, ഇതൊക്കെ വരുന്നത് 17 തന്നെയാണ്. മിശ്രഭോജനം ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു കേട്ടോ. മിശ്രഭോജനം, സഹോദര സംഘമൊക്കെ വരുന്നത് ഏത് വർഷം? 17. നമ്മുടെ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അത് ചോദിച്ചായിരുന്നു. അപ്പൊ സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘവും മിശ്രഭോജനവും കൊണ്ടുവന്ന ഏത് വർഷം? 17 അല്ലെ. ഇതേയല്ലി വേണ്ട 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 എന്ന് പറഞ്ഞത്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പന്. സഹോദരൻ അയ്യപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മാവേലി നാടുവാണ് ഇടുങ്കാലം. ഇദ്ദേഹത്തിന്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ വേലക്കാരൻ എന്ന മാസിക ഇദ്ദേഹത്തിന്റെയാണ്. വേലക്കാരൻ എന്ന മാസികയാരുടെ? സഹോദരൻ അയ്യപ്പൻ. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദന്റെ. അപ്പൊ 1917 എവിടെ ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ചേറായി കടപ്പുറമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആത്മവിദ്യാസംഘം 1917 തന്നെ വരുന്നുണ്ടോ? വാഗ്ഭടാനന്ദൻ കേട്ടോ. വാഗ്ഭടാനന്ദനാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നതാണ്. പിന്നെ വാഗ്ഭടാനന്ദനാണ് കാവി ഉപേക്ഷിച്ച് കതറടിഞ്ഞ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയിൽ പ്രതിപാദിക്കുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിന്റെ സംഘടന ആത്മവിദ്യാസംഘം. 17. ആനന്ദ മഹാസഭ 18 ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടോ. ആനന്ദ മഹാസഭ 18 ബ്രഹ്മാനന്ദ ശിവയോഗി. ഏതാ? നമ്മുടെ ഇത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയിലെ 18 അദ്ദേഹത്തിൻ്റെത്. അടുത്ത ഓക്കെ. അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ. അപ്പം അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പ. അപ്പൊ 7 2 പഠിച്ചു. ഏതൊക്കെയാ? അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘവും അരേ സമാജം, പണ്ഡിറ്റ് കറുപ്പന്റെ അരേ സമാജം സ്ഥാപിച്ചതും 1907 അല്ലെ. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനെയാണല്ലേ. കേരളത്തിന്റെ ലിങ്കൺ എന്ന് വിളിക്കുന്നതും അവശ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ടയായ ജാതി കുമ്മി എന്ന പ്രശസ്ത കൃതി എഴുതിയതാര്? അതുപോലെ സ്വോത്രമന്താരം, ഉദ്യാന വിരുന്ന്, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്ത കൃതികളാണ്. കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭയൊക്കെ സ്ഥാപിച്ചതാര? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലെ. ഹിന്ദു പുലയ മഹാസഭ സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. ഹിന്ദു പുലയ മഹാസഭ സ്ഥാപിച്ചതാരാണ്? കുറുമ്പൻ ദൈവത്താനാണ് അല്ലെ. ഹിന്ദു പുലയ മഹാസഭ സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ. കേരള പുലയ മഹാസഭ നമ്മൾ പഠിച്ചിട്ടില്ലേ? KPMS. അത് 1970 PK ചാത്തൻ മാസ്റ്റർ. മറന്നു പോരുതേ. PK ചാത്തൻ മാസ്റ്റർ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചാത്തൻ മാസ്റ്റർ എന്ന് പഠിക്കാറില്ലേ. ജാതി നാശിനി സഭ 1933 ആനന്ദ തീർത്ഥൻ കേട്ടോ. ആനന്ദ തീർത്ഥൻ. CMI സഭ സ്ഥാപിച്ചതാരാ? അത് മുമ്പേ വന്നത് 1831 ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് CMI സഭ സ്ഥാപിച്ചത്. മുസ്ലിം ഐക്യ സംഘം 1922 വക്കം മൗലവിയുടെയാണ്. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ 1897 ഡോക്ടർ പൽപൂന്റെയാണ് അല്ലെ. ആ 16 ഒന്ന് പഠിക്കാം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ആ ഒരു കൊച്ചു സെക്ഷൻ മാത്രമാണ് ഞാൻ മാക്സിമം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. എന്നാലും ഇനിയുള്ള ഓരോ ദിവസവും നല്ലൊരു റിവിഷൻ, ആദ്യ ദിവസം ആയതുകൊണ്ട് ചെറുതായിട്ടൊരു മോട്ടിവേഷനും ഒരു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. നല്ലോണം പഠിച്ച് വാശിയോടുകൂടി ഓരോ അധ്യാപകരുടെയും ക്ലാസ്സുകൾ നല്ലോണം കേട്ട്, പക്ഷെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് റിവിഷൻ കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട. 2 മാസമേ ഉള്ളൂ എങ്കിൽ ആ 2 മാസം മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത് ആരാണോ റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക. സെപ്പറേറ്റ് തിരിക്കണേ. കറണ്ട് അഫേഴ്സ് വേദികൾ ഉണ്ടെങ്കിൽ വേദികൾ, അവാർഡുകൾ ഉണ്ടെങ്കിൽ അവാർഡ്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് സെറ്റ് ആവും. ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോകും. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ പറ്റൂ.
അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും സഹിച്ച് മുന്നോട്ട് പോകും. ദൈവം തരും. അത് ഞാൻ പറയുന്നു. ഞാൻ കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ കാണുന്നത്, അവരുടെ സന്തോഷങ്ങൾ കാണുന്നത്. പിന്മാറി പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ചിലപ്പം പഠിത്തം കുറവാണെങ്കിലും വാശിയോടുകൂടി നിങ്ങൾക്ക് ആ കിട്ടുന്ന അവസരങ്ങളിൽ കിട്ടുന്ന നിങ്ങൾക്ക് പറ്റുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും എല്ലാം ആ ഫ്ലോയിൽ അങ്ങ് കയറി വന്നുകൊണ്ടിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് തീർക്കുക. ധൈര്യമായിട്ട് പോകും. കുറേ നല്ല ക്ലാസ്സുകളുമായിട്ട് ഈ വരുന്ന കുറച്ച് ഫോറസ്റ്റ് പരീക്ഷയ്ക്ക് ഞാനും വരുന്നുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കുക. നല്ല നല്ല കമൻറ്റുകൾ, നിങ്ങളുടെ സ്നേഹത്തോടുള്ള കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ദിവസവും നമുക്ക് ക്ലാസ്സിനായിട്ട് വരണം എന്നൊരു ഊർജ്ജം കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിപ്പിക്കത്തുള്ളൂ. അത് ഉറപ്പാണ്, ഒരു അധ്യാപകന്റെ കടമയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ അംഗം കുറിക്കുകയാണ്. ബീറ്റ് ഫോറസ്റ്റിന് കുറച്ച് ദിവസമേ ഉള്ളൂ. മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും.